യെസ്, രക്ഷാദൗത്യം ഇന്നിപ്പോൾ 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ താൽക്കാലികമായി നിർമ്മിച്ച ബെയിലി പാലം വഴി അങ്ങോട്ട് കൂടുതൽ രക്ഷാസംഘങ്ങൾ മുണ്ടക്കൈ ഭാഗത്തേക്ക് ഒപ്പം തന്നെ ഈ പുഞ്ചിരി മട്ടത്തേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ വാർത്ത. അവിടെ നിന്നാണ് കൂടുതൽ ആളുകൾ ഇനിയും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് സംശയിക്കുന്ന ആളുകളെ കണ്ടെത്താനുള്ളത്. ഒപ്പം തന്നെ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയ ജീവനോടെ നിലനിൽക്കുന്ന ആളുകൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഈ 4ാം ദിവസത്തിലും കൈവിടുന്നില്ല. അത്തരം തിരച്ചിലുകളൊക്കെ ഊർജിതമായി തന്നെ നടക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കണം. ഏതായാലും സാജിദ് അജ്മൽ സൈനികർക്കൊപ്പം അവിടെ രക്ഷാദൗത്യം നടത്തുന്ന സംഘങ്ങൾക്കൊപ്പം മുണ്ടക്കൈയിലേക്ക് പോയിട്ടുണ്ട്. സാജിദ്, ഇപ്പോൾ ഏതൊക്കെ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായി പരിശോധന നടക്കുന്നു? കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്നിപ്പോൾ കൃത്യമായി സോണുകളാക്കി തരംതിരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ്. അതായത് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കണ്ടെത്താൻ, മണ്ണിനടിയിൽ പുതഞ്ഞ ആളുകളെയൊക്കെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ച് മുണ്ടക്കൈ ഇപ്പോൾ രക്ഷാദൗത്യം പുരോഗമിക്കുന്നു? ജിൽസി, ഞാനുള്ളത് മുണ്ടക്കയം ടൗൺ ആയിരുന്ന ഭാഗത്താണ്. ഇവിടെ ഏറെക്കുറെ എല്ലാം തന്നെ ഒലിച്ചു പോയ അവസ്ഥയിലാണ്. ഞാൻ നിൽക്കുന്നത് ക്രിസ്ത്യൻ ചർച്ചിന്റെ മുറ്റത്താണ്. ഇത് കൂടാതെ ഈ ഒരു മുസ്ലിം പള്ളിയും കുറച്ച് കടകളുടെ അവശിഷ്ടങ്ങളും മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മളിപ്പോൾ ഈ തിരയുന്ന ഭാഗം കാണാം, തിരച്ചിൽ നടത്തുന്ന ഭാഗം കാണാം. ഇന്നലെ അവിടെയെല്ലാം കുറച്ച് വീടുകൾ ഉണ്ടായിരുന്നു. അത് വീടുകൾ എന്ന് പറയുമ്പോൾ ഈ മലവെള്ളപ്പാച്ചിലിൽ വെള്ളം ഒഴുകി പോകുകയും ഈ പല വീടുകളും പൂർണ്ണമായി മണ്ണിനടിയിലായി. ഈ ചില വീടുകളുടെ മേൽക്കൂരകൾ കാണുന്നുണ്ടായിരുന്നു. അത്തരം വീടുകൾ പൊളിച്ചു മാറ്റി അതിനകത്ത് നിന്ന് ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഇന്നലെ മൃതദേഹങ്ങൾ ലഭിക്കുകയും ചെയ്തു. ഇന്ന് ഈ പൂർണ്ണമായി JCB ഉപയോഗിച്ച് ഈ സ്ഥലങ്ങൾ മാറ്റി, കോൺക്രീറ്റ് എല്ലാം മാറ്റിയതിനു ശേഷം അവിടെ ഇനി ആരെങ്കിലും ഉണ്ടോ, മൃതദേഹം ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മണ്ണിൻ അടിയിലാണ് പല വീടുകളും ഉള്ളത്. അതോടൊപ്പം തന്നെ പല വീടുകളും പൂർണ്ണമായി ഒലിച്ചു പോയിട്ടുണ്ട്. ആ ഒലിച്ചുപോയ വീടുകൾ തിരയുക എന്നുള്ളത് സാധ്യമല്ല. പക്ഷെ മണ്ണിനടിയിൽ വീടുണ്ടെങ്കിൽ അതിനകത്ത് ആള് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. മണ്ണിനടിയിൽ വീടുകൾ ഉണ്ടോ എന്നറിയാൻ ഈ തദ്ദേശീയരായ ആളുകളെ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇത് തുടരും. ഇന്ന് പുഞ്ചിരിമറ്റത്തേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുന്നുണ്ട്. പുഞ്ചിരിമറ്റം എന്ന് പറയുന്നത് ആ കാണുന്ന വഴിയിലൂടെയാണ് പോവുക. ഇന്നലെ ആ വഴിയിലൂടെ പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒരു റിസോർട്ടിന്റെ മറ്റൊരു വഴിയിലൂടെയാണ് ഇന്നലെ പോയിരുന്നത്. ചെങ്കുത്തായ പാതയാണ്, അതിലൂടെയാണ് പോയത്. ഏറ്റവും ആശ്വാസകരമായ കാര്യം, ഈ പുഞ്ചിരിമറ്റത്തേക്ക് ഹിറ്റാച്ചികൾ എത്തിക്കാനുള്ള ഒരു വഴി ഈ ഹിറ്റാച്ചി തന്നെ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുണ്ട്. അതുവഴി മുകളിലേക്ക് കൂടുതൽ ഹിറ്റാച്ചികൾ എത്തിക്കാൻ കഴിയും. ഇപ്പോൾ ഈ സൈനിക വാഹനങ്ങളും 4 വീൽ ജീപ്പുകളും അടക്കം അങ്ങോട്ട് പോകാൻ കഴിയും എന്നുള്ളത് ആശ്വാസകരമാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഇന്ന് കൂടുതൽ രക്ഷാദൗത്യം നടക്കും. നമ്മളും ഈ സൈനികരോടൊപ്പം NDRF സംഘത്തോടൊപ്പം അങ്ങോട്ട് പോകുന്നുണ്ട്. ആ പോകുന്ന വഴിയിലാണ് ഈ മുണ്ടക്കൈ ടൗൺ ഉള്ളത്. നിലവിൽ എന്തായാലും ഈ രക്ഷാദൗത്യം കൂടുതൽ ഒരു ശാസ്ത്രീയ സംവിധാനത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 40 അംഗ സംഘമാണ്. ഓരോ സംഘത്തിനും ഓരോ ടീം ലീഡർ ഉണ്ട്. അത് പലതിൻ്റെയും സൈനികരാണ്. NDRF ഉദ്യോഗസ്ഥർ, തണ്ടർബോൾട്ട് ഉദ്യോഗസ്ഥർ തുടങ്ങിയ പല ഉദ്യോഗസ്ഥരുണ്ട്. ഈ എല്ലാ സംഘങ്ങൾക്കൊപ്പം തദ്ദേശീയരായ ആളുകളുടെ സഹായവും അതുപോലെ തന്നെ മറ്റ് സഹായങ്ങളും കൂടി ഉണ്ട്. ഇത്തരം രീതികളാണ് ഇപ്പോൾ തുടരുന്നത്. യെസ്, എന്തായാലും സാങ്കേതിക സഹായങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ഇന്നിപ്പോൾ മുണ്ടക്കൈ നടക്കുമെന്നുള്ളതാണ്. കാരണം മുണ്ടക്കൈ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയൊരു തെരച്ചിലിന് തന്നെ നേതൃത്വം നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. നിരവധി ആളുകൾ ഇനിയും മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അത് ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ കഴിയുന്ന ആളുകൾ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു മേഖല എന്ന് പറയുന്നത് മുണ്ടക്കൈ തന്നെയാണ്. ഒരു ടൗൺ ആകെ ഒലിച്ചു പോയിരിക്കുന്നു. അവിടെ വീടുകളുണ്ടായിരുന്നു, സ്കൂളുകളുണ്ടായിരുന്നു, മറ്റ് സ്ഥാപനങ്ങളുണ്ടായിരുന്നു. അവിടെ ഒരു കൂട്ടം മനുഷ്യർ അവരുടെ ജീവിതം കരുപിടിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒന്നുമില്ലാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ആളുകൾ, ഇവർക്കെല്ലാം രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അവരെയൊക്കെ ഇനിയിപ്പോൾ കണ്ടെത്തേണ്ടതുണ്ട്. അവരെയൊക്കെ ജീവനോടെ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കാരണം 4ാം ദിവസത്തിലേക്ക് പിന്നിട്ടിരിക്കുന്നു. അത്തരത്തിൽ വലിയ കല്ലുകളും മരങ്ങളും ഒക്കെ ഒലിച്ചിറങ്ങി ഇവരുടെ വീടിന് മുകളിലൂടെ ഒരു നിമിഷാർദ്ധത്തിൽ തന്നെ കടന്നു പോകുമ്പോൾ എത്രത്തോളം ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്, എത്രത്തോളം ആളുകൾ ഈ മണ്ണിനടിയിൽ കിടക്കുന്നുണ്ട്
നടക്കുന്നുണ്ട് എന്നൊക്കെ വലിയ ചോദ്യചിഹ്നമായി കിടക്കുന്നു. സർക്കാർ സംവിധാനങ്ങളുടെ പക്കലൊന്നും ഇപ്പോൾ കൃത്യമായ കണക്കുകൾ 200-ലധികം ആളുകളെ കണ്ടെത്താനുണ്ട് എന്നുള്ള കണക്കുകൾ വരുമ്പോഴും അത് എത്രത്തോളം കൃത്യമാണ് എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വിവിധ സോണുകളിലാക്കി പരിശോധന നടക്കുമ്പോൾ നാട്ടുകാരെ കൂടി ഒപ്പം ചേർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സ്ഥലം പരിചിതമായ ആളുകൾ, അവിടെ എവിടെയൊക്കെ വീടുകളിൽ ഉണ്ടായിരുന്നു, ഏറ്റവും ജനസാന്ദ്രതയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളായിരിക്കും ഇന്ന് നടക്കുക തുടങ്ങിയ വിവരങ്ങളാണ് ലഭിക്കുന്നത്. എന്തായാലും രാവിലെ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതുപോലെ തന്നെ ആർമിയുടെ സംഘം, ഒപ്പം തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകർ, NDRFന്റെ സംഘമൊക്കെ രാവിലെ രക്ഷാദൌത്യത്തിന് ഇറങ്ങിയിട്ടുണ്ട്. വനപാലകരുണ്ട്. ഇന്നലെ വനപാലകർ ഒരു ആദിവാസി കുടുംബത്തെ രക്ഷിച്ച ദൃശ്യങ്ങളൊക്കെ മീഡിയ വൺ നൽകിയിരുന്നു. അവരുടെ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി മുകളിൽ കയറി ഈ 4 പേരെ രക്ഷപ്പെടുത്തി. അച്ഛനും അമ്മയും കുട്ടികളും അടക്കമുള്ള കുട്ടികളെയൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നു. മനുഷ്യത്വം നഷ്ടപ്പെടാത്ത കാഴ്ചകൾ ഇനിയും വയനാട് നിന്ന് നമ്മൾ കാണുന്നുണ്ട്. അതേസമയം നെഞ്ചുരുകുന്ന വാർത്തകൾ കൂടി നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു ദിവസം കൂടിയാണ്.